ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാരാണ് എന്താന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ടീച്ചറുടെ പേര് വിഷ്ണുമായ എന്നാണ്. എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലായല്ലോ? മലയാളമാണ് നമ്മളുടെ വിഷയം. അപ്പോൾ മലയാളം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് അല്ലേ? നമ്മൾ വർത്താനം പറയുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന നമ്മളുടെ സ്വന്തം ഭാഷ, നമ്മളുടെ മാതൃഭാഷ. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളെക്കാൾ കുറച്ചുകൂടെ എന്താണ് നമുക്ക് രസമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്ന ഏതിലായിരിക്കും? സ്വാഭാവികമായിട്ടും മലയാളത്തിലായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ മലയാളത്തിലുള്ള പാഠഭാഗങ്ങളും അതേപോലെ എന്താണ് കുറേ കഥകളും കവിതകളും നോവലുകളും അങ്ങനെ രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്ക്, A+ അല്ല ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്താണ് UP സ്കൂളിലായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ മുതിർന്ന കുട്ടികളായി, ഹൈസ്കൂളിലേക്കായി, 8ാം ക്ലാസ്സിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയി നിങ്ങൾ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മളുടെ സിലബസും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമല്ലോ. പോരാത്തതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറി അല്ലേ? അപ്പം നമുക്ക് കുറേ ആശങ്കകളും വ്യാകുലതകളൊക്കെ ഉണ്ട്. എങ്ങനെയായിരിക്കും, എന്താണ് പഠിക്കാനുള്ളതെന്നൊക്കെ നമുക്ക് കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് മലയാളത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ ഫുൾ A+ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി മലയാളത്തിന് A+ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോയുടെ താഴെ മക്കൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മലയാളം അല്ലേ? മലയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് എഴുതാനുണ്ടാവും മലയാളത്തിൽ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും, കുറേ വായിക്കാനുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ആലോചിച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് അല്ലേ? ബൈഹാർട്ട് പഠിച്ചൊന്നും എഴുതേണ്ട കാര്യമല്ല മലയാളം എന്ന് പറയുന്നത്. അത് ഇഷ്ടത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് പുതുതായിട്ട് ടെക്സ്റ്റ് ബുക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആശങ്കകളൊക്കെ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ എങ്ങനെയായിരിക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക, നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? നമുക്ക് മാതൃകകളൊന്നുമില്ല, എങ്ങനെയായിരിക്കും ചോദ്യം വരിക എന്നറിയില്ല, ഇനി ചോദ്യത്തിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുമോ എന്നറിയില്ല. ഓൾറെഡി നിങ്ങൾ പുതുതായിട്ട് ഹൈസ്കൂളിലേക്ക് കിടക്കുകയാണ്, അതിൻ്റെ ഒരു അല്ലേ ഒരു ആശങ്കയൊക്കെ നമുക്കുണ്ടാവും. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ മാറുക എന്ന് പറയുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ നമുക്കുണ്ടാവും. അതിൻ്റെ ആവശ്യമുണ്ടോ? ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കതൊക്കെ പറഞ്ഞു തരാൻ, അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മക്കളെ കൈപിടിച്ച് കൂടെ നടത്തിക്കാൻ ഞങ്ങളില്ലേ കൂടെ അല്ലേ? സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും മക്കളുടെ കൂടെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റും എന്താണ് നമ്മൾ അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ സൈലത്തിൻ്റെ കൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ബാച്ചുകളിൽ അല്ലേ, നമ്മളുടെ എന്താണ് ആപ്പിലൊക്കെ എന്താണ് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി തുടങ്ങി, ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ നമ്മൾ വളരെ എന്താണ് തുടക്കം മുതൽ ഇപ്പോൾ 9th-ലാണെങ്കിലും 10th-ലാണെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് നമുക്ക് 8th-ലാണ് അല്ലേ? അപ്പോൾ 8th നല്ല സൂപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് അല്ലേ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. നമ്മൾ 8th കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താണ് ബാച്ചുകളൊക്കെ എന്താണ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകളൊക്കെ അഡ്മിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും അല്ലേ? എങ്കിലും എടുക്കാൻ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, വേഗം നമ്മളുടെ ബാച്ചുകളിലേക്ക് അല്ലേ അഡ്മിഷൻ എടുക്കുക, വേഗം തന്നെ അല്ലേ എല്ലാ സബ്ജക്റ്റും സൂപ്പറായിട്ട്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കും. അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കാണുമ്പോൾ അല്ലേ വേറെ ഏതോ ലോകത്ത് ചെന്ന പോലെ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. രസമായിട്ട് അല്ലേ എല്ലാം മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റണം അല്ലേ? അപ്പോൾ മലയാളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇനി മക്കൾ ടെൻഷൻ ആവുകയേ വേണ്ട. മക്കളുടെ കൂടെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് മക്കൾക്ക് മലയാളം പറഞ്ഞു തരാൻ, മക്കളോട് കഥകൾ പറയാൻ അല്ലേ വർത്തമാനം പറയാനൊക്കെ ടീച്ചറും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ മലയാളത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കും. നമുക്ക് 2 മലയാളമാണുള്ളത്. ഏതൊക്കെയാണ് 2 മലയാളം? മലയാളം ഫസ്റ്റും ഉണ്ട്, മലയാളം സെക്കൻഡും ഉണ്ട്. മലയാളം ഫസ്റ്റ് എന്ന് പറയുന്നത് കേരള പാഠാവലിയാണ്. നിങ്ങൾക്കറിയാം അല്ലേ? 7th-ലൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് 7th വരെ. മലയാളം സെക്കൻഡ് ഏതാണ്? അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലി കോമൺ ആയിട്ട് എല്ലാവർക്കും പഠിക്കാനുള്ളതാണ് കേട്ടോ. മലയാളം ഫസ്റ്റ് കേരള പാഠാവലി എന്താണ്? അത് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ അറബി, ഉറുദു ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അല്ലേ? ഉറുദു, സാൻസ്ക്രിറ്റ് ഒക്കെ ഉണ്ടാവും. അതേ കൂട്ടത്തിൽ മലയാളമാണ്, അത് സെലക്ട് ചെയ്ത് പഠിക്കുന്നതാണ് കേരള പാഠാവലി. അപ്പോൾ 2 മലയാളവും എന്താണ് മലയാളം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഏകദേശം നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആസ്വാദനക്കുറിപ്പാണെങ്കിലും ഉപന്യാസമാണെങ്കിലും അല്ലേ അങ്ങനെയുള്ള എഴുത്ത് മാതൃകകളൊക്കെ 2ലും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. പാഠങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 2 അല്ലേ 1 2 A+ ആണ് നമുക്ക് പോവുക. മലയാളം നമ്മൾ വീക്കായി കഴിഞ്ഞാൽ അപ്പോൾ മലയാളം നമ്മൾ സൂപ്പറായിട്ട് പഠിക്കണം. ഇനി എന്തൊക്കെയാണ് അല്ലേ മലയാളത്തിൽ എന്തൊക്കെ പഠിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതാണ് ടീച്ചർ ഈ വീഡിയോയിൽ
ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കാര്യം എന്താണ്, മലയാളത്തിൽ 40 മാർക്ക് A+ എല്ലാവർക്കും കിട്ടും അല്ലെ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. പക്ഷെ നമുക്ക് ഫുൾ മാർക്കാണ് വേണ്ടത്. അപ്പോൾ മലയാളത്തിൽ 40 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോ, എല്ലാവർക്കും 40 മാർക്ക് കിട്ടുമോ, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 40 മാർക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താണ്, പാഠഭാഗം അല്ലെ. അപ്പം നമുക്ക് യൂണിറ്റുകളിലായിട്ടാണ് പാഠഭാഗങ്ങൾ ഉണ്ടാവുക. അപ്പം 3-4 യൂണിറ്റ് ഉണ്ടാവും. നമുക്ക് 3 യൂണിറ്റ് ആണുള്ളത്. 3 യൂണിറ്റിലായിട്ട് എന്താണ് 9ഓളം പാഠഭാഗങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ പാഠഭാഗങ്ങളുടെ ഒക്കെ എന്താണ് ആശയം അല്ലെ, ഇപ്പം അത് കഥയാണോ, നോവലാണോ, അല്ലെങ്കിൽ ലേഖനമാണോ, അതെന്താണ് എന്നുള്ള കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാവണം. പാഠഭാഗം ഓരോന്നും എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. മനസ്സിലായോ? എന്നിട്ടോ ഈ പാഠഭാഗത്തിൽ ഇപ്പോൾ കഥാപാത്ര നിരൂപണങ്ങൾ ചോദിക്കാൻ നമുക്ക് ചോദ്യമായിട്ട്, ചിലപ്പോൾ കഥയ്ക്കുള്ളിലുള്ള ഒരു സന്ദർഭമാകാം ചോദിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് എന്താണ് പാഠത്തെക്കുറിച്ചുള്ള ആശയം. അതിനിപ്പോൾ എന്തിനാ ടെൻഷൻ, നമ്മൾ അടിപൊളിയായിട്ട് പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കില്ലേ. അപ്പോൾ പിന്നെ ഓൾറെഡി അല്ലേ പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ചോദ്യ മാതൃകകളും അവയുടെ ഘടനയുമാണ്. എന്താണ്, ചോദ്യ മാതൃകകളും അവയുടെ ഘടനയുമാണ്. അപ്പോൾ ചോദ്യ മാതൃകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഉപന്യാസം എഴുതാനുണ്ടാവും മലയാളത്തിൽ. അതേപോലെ ചിലപ്പോൾ കത്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നത്, ഡയറി എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയിട്ടില്ലേ? അതേപോലെ ചിലപ്പോൾ ചോദിക്കുന്നത് എന്താണ്, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഘടനകളുണ്ട് അല്ലേ. ഓരോന്നും എഴുതേണ്ടത് ഓരോ രീതിയിലാണ്. ഇപ്പോൾ പത്രവാർത്ത എഴുതുന്ന പോലെ അല്ലല്ലോ നമ്മൾ കത്ത് എഴുതുക, കത്ത് എഴുതുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഒരു ഉപന്യാസം എഴുതുക. ഇതിനൊക്കെ ഓരോന്നിനും എന്താണ് ഓരോ ഘടനകളുണ്ട്. അപ്പോൾ ആ ഘടന പാലിച്ച് എഴുതിയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ 6 മാർക്കായിരിക്കും ഉണ്ടാവുക അല്ലെ. അങ്ങനെയുള്ള ചോദ്യ മാതൃകകൾക്കൊക്കെ എഴുതാൻ 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. 6 മാർക്കിന് നമുക്ക് സാധാരണ 2 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ചോദ്യ മാതൃകകളൊക്കെ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പഠിക്കണം. ടെൻഷൻ ഉണ്ടോ? ഒക്കെ നമ്മൾ പഠിക്കൂലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതൊക്കെ പഠിക്കും. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ടൈം മാനേജ്മെന്റ് ആണ്. സമയത്തിനുള്ളിൽ എഴുതി തീർക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാലം UP സ്കൂളിൽ കഴിയുന്നവരെ 7ാം ക്ലാസ് വരെ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് 8ാം ക്ലാസ് മുതൽ 40 മാർക്കിലാണ് പരീക്ഷ. 1.5 മണിക്കൂറാണ് നമ്മളുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 40 മാർക്കിന് എന്താണ് 2 വലിയ എസ്സേ, 6 മാർക്കിൻ്റെ എസ്സേ ഉണ്ട്, 4 ഷോർട്ട് എസ്സേസ് ഉണ്ടാവും, 4 മാർക്കിൻ്റെ മേ ബി 5 എണ്ണം ഉണ്ടാവും അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതണം. ഇത്രയും സമയമുള്ളൂ, 1.5 മണിക്കൂർ സമയമേ ഉള്ളൂ. അപ്പം മക്കൾ സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം ആളുകളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ആകെ നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് മലയാളം ഏത് ക്ലാസ്സിൽ മാത്രമായിരിക്കും, മലയാളം ക്ലാസ്സിൽ മാത്രമാണ്. അപ്പം നമുക്ക് വളരെ സ്പീഡിൽ നമുക്കിങ്ങനെ എഴുതാനും എന്താണ് ബുദ്ധിമുട്ടാണ്. പിന്നെ പദസമ്പത്ത്, വൊക്കാബുലറി എന്ന് പറയുന്നത് നമുക്ക് കുറവായിരിക്കും അല്ലേ. കാരണം നമ്മൾ കേൾക്കുന്നത് ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നത് വേറൊരു ഭാഷയിൽ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകളും നമുക്ക് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സമയത്തിൻ്റെ ഉള്ളിൽ എഴുതി തീരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിക്കണം ആദ്യം അല്ലേ. നമുക്ക് പെട്ടെന്ന് പദങ്ങൾ കിട്ടണം ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, എഴുതുക അല്ലേ. ഹോംവർക്കൊക്കെ ഉള്ള സമയത്തും സമയം വെച്ച് എന്ത് ചെയ്യണം, ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്നാണെങ്കിലും ഹോംവർക്ക്സ് ഒക്കെ തരുന്ന സമയത്തും അത് സ്പീഡിൽ അല്ലേ കറക്റ്റ് ടൈം വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് മലയാളത്തിൽ എന്ത് ചെയ്യേണ്ടത്, ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഫുൾ മാർക്ക് വാങ്ങില്ലേ ഈ വർഷം, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിക്കോട്ടെടാ, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറട്ടെ അല്ലേ. ചോദ്യ രീതികൾ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നോട്ടെ, നമ്മൾ A to Z കാര്യങ്ങൾ പഠിച്ച് സെറ്റായി നിന്നാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാലും അല്ലെ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ലേ, കിട്ടും അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അധ്യയന വർഷത്തിലുള്ള മലയാളം നമ്മൾ അടിപൊളിയാക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ എന്താണ് ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കണ്ടേ. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, വേഗം തന്നെ മക്കൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതുപോലെ നമുക്ക് കാണാം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. പുതിയൊരു വർഷമൊക്കെയാണ്. അപ്പോൾ നല്ലൊരു വർഷം, അധ്യയന വർഷം അല്ലേ, പുതിയൊരു പഠന വർഷമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, എല്ലാ വിഷമമുള്ള സബ്ജക്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ അതിന് ശ്രദ്ധ കൊടുത്ത് സമയം കൊടുത്ത് അല്ലെ എല്ലാ വിഷയങ്ങളും നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. എല്ലാ രീതിയിലും മക്കൾക്ക് നല്ല ഒരു അധ്യയന വർഷമാവട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനിയും കാണാം കേട്ടോ. ബൈ.